ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. നമ്മൾ ഫസ്റ്റിലത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്നു. 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. അപ്പോൾ ചിലരെന്ത് ചെയ്യും? ഇത് ആലോചിക്കാൻ തുടങ്ങും. 100% നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളിത് ആണ്, ഓക്കെ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് നിങ്ങൾ പോകണം. അപ്പോൾ അടുത്ത 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കതും വലിയ പിടിപാടില്ല. അപ്പോൾ അവിടെയും കൂടുതൽ ആലോചിക്കാതെ അടുത്തതിനകത്തോട്ട് പോകണം. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് എതിർത്തു. ഓക്കെ ഫൈൻ, അടുത്തതിലോട്ട് വരുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ലൈനിൽ നോക്കിയപ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ആലോചിക്കാൻ നമുക്ക് കിട്ടും. ഇവിടെ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് എതിർത്തു എന്നല്ല പറഞ്ഞത്. 45 ഒരാൾ അധികാരത്തിൽ വന്നെങ്കിൽ 5 വർഷം കാണാം. അപ്പോൾ അയാൾ 1950 വരെ നിലനിൽക്കും. അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുള്ളൊരു പാർട്ടിയാണെങ്കിൽ എങ്ങനെ നമുക്ക് 1947 കിട്ടും? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ നമുക്കിത് ആ ഒരു ലോജിക്ക് വെച്ച് തെറ്റാന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യും? ഇതും നമുക്ക് വെട്ടാൻ പറ്റും അപ്പം തന്നെ. അടുത്ത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇതിനകത്ത് 4 2ലും ഉണ്ട്. അതായത് 4 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് 2ലും ഉണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മൾ അധികം ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ശരിയായിരിക്കും. പിന്നെ നമുക്ക് 1 ആണോ 2 ആണോ എന്ന് ആലോചിച്ചാൽ മതി. ഇതിൽ നമുക്ക് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വായിച്ചാൽ 1946 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്പെസിഫിക് ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് ലോജിക്ക് ഇടാനുള്ളത് വളരെ പരിമിതമാണ്. 3 ആണോ 4 ആണോ നമുക്കറിയത്തില്ല, ചിലപ്പോൾ 5 ആണോ, മനസ്സിലായോ? അപ്പം നമുക്ക് പിന്നെയും ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ലോജിക്ക് ഇടാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. അപ്പം അത് ശരിയാണേലോ തെറ്റാണേലോ നമുക്ക് ഉത്തരം കിട്ടും. അപ്പം നമ്മൾ അവിടെ ആലോചിക്കേണ്ടത് ഇവർ സന്ദർശിച്ചോ ഇല്ലയോ. കാരണം ഇപ്പം ബ്രിട്ടനിൽ നിന്ന് പല ആൾക്കാരും ഇങ്ങോട്ട് സന്ദർശിക്കാൻ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഉദാഹരണം പറയാൻ സൈമൺ കമ്മീഷൻ്റെ വിഷയങ്ങളുണ്ടായില്ല അവർ സന്ദർശിക്കാൻ വന്നപ്പോഴത്തേക്കും. അപ്പോൾ 1944 അല്ലെങ്കിൽ 45 അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് നമ്മുടെ അറിവിലില്ല. നമുക്കങ്ങനെ ആലോചിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഓർമ്മയിലില്ല, നമ്മൾ പഠിച്ചിട്ടുമില്ല. സോ നമുക്കത് തെറ്റായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? ഡി ആയിട്ട് വരും. സോ അങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. സോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്കായി നമ്മളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.